മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു മാർഗോയുടെ ബൈക്കിൽ കയറിയാണ് പോയത്. ഈ ഗുണ്ടയുമായിട്ട് എന്താണ് ഇവൾക്ക് ഇത്ര അടുപ്പം? എന്നെ തകർക്കാൻ വേണ്ടി കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടി. അവളുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അറിയണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് മേഘൻ. പിന്നീട് വാമൻ്റെ അടുത്തെത്തുന്ന മേഘൻ എല്ലാം കൊണ്ടും ഇപ്പോൾ സമയം മോശമാണെന്നും അമ്മാവൻ്റെ അനന്തരവൾ പോലും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വാമൻ്റെ മുന്നിൽ സങ്കടപ്പെടുന്നുണ്ട്. ശേഷം മഞ്ജു മേഘന് മുന്നിൽ ഒട്ടും താണു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ബോൾഡായിട്ട് നിന്നുകൊണ്ട് തന്നെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് അയാളുടെ നാവടപ്പിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിനെ ഇങ്ങനെ അധികം ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെയാണ് നഷ്ടമെന്ന് തിരിച്ചറിയുന്നുണ്ട് മേഘൻ. വാമനോടായിട്ട് പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട്, ഇനി എവിടേക്കെങ്കിലും പോകണമെങ്കിൽ വീൽചെയറിൻ്റെ സഹായം കൂടിയേ തീരൂ. ഈ കിടപ്പിൽ നിന്നും എന്ന് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്ക് എന്ന് പറയുമ്പോൾ താൻ കണ്ണനോട് ചെയ്ത പാപം അതിനെ കാലം ഇപ്പോൾ തനിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി തന്നിരിക്കുന്നു എന്നോർത്ത് വല്ലാതാവുന്നുണ്ട് കേട്ടോ വാമൻ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന്. അങ്ങനെ മേഘൻ്റെ കുടുംബം ഏതാണ്ട് മാർക്കോ കുളം തോണ്ടി കഴിഞ്ഞു. ഇപ്പോൾ സാഗറിനോട് പറയുന്നുണ്ട്, ഇനി നീ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇറങ്ങി വരാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. മഞ്ജുവിൻ്റെ കാമുകൻ ഞാനാണെന്നാണ് ആ മണ്ടൻ കരുതിയിരിക്കുന്നത്. സ്വന്തം ഭാര്യ മറ്റൊരാണിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ ഞാനിത് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും പറയട്ടെ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ വേണ്ട, അവരറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെ എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗര. നീ അവളെ ഉടനെ വിളിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ രജിസ്റ്റർ വിവാഹം നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു വാടക വീടും അറേഞ്ച് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് വീണ്ടും മാർക്കോ ഒരു മുന്നറിയിപ്പ് സാഗറിന് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും നീ അവളെ ചതിക്കാനാകാനുമാണ് ഭാവമെങ്കിൽ നിൻ്റെ നട്ടെല്ലും ഇതുപോലെ തകരുമെന്നെല്ലാം പലതവണ ഇപ്പോൾ മാർക്കോ സാഗറിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും സാഗർ പറയുന്നുണ്ട്, എനിക്ക് സ്വത്തും പണമൊന്നും അല്ല വലുത്, മഞ്ജു തന്നെയാണ്. മഞ്ജു ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാഗറിൻ്റെ വാക്കുകളൊക്കെ പൂർണ്ണമായിട്ടും മാർക്കോ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനെ രണ്ട് കാൽപാദങ്ങളും നന്നായിട്ട് തന്നെ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് കണ്ണൻ. മഹിയാണെങ്കിൽ ഇതേ സമയം കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇനി കണ്ണനെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല, അവനെ എങ്ങനെയെങ്കിലും സ്നേഹത്തിൽ കൂടെ നിർത്തണം എങ്കിലേ കാര്യമുള്ളൂ എന്നെല്ലാം മനസ്സിലാക്കുന്ന ദുർഗയാണെങ്കിൽ ഇതേ സമയം കണ്ണന് ചായ കൊണ്ടു കൊടുക്കാനായിട്ട് കണ്ണൻ്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ കാഴ്ച കണ്ട് കണ്ണൻ്റെ വലതുകാലം മാത്രമല്ല ഇപ്പോൾ ഇടതുകാലം കണ്ണനെ നന്നായിട്ട് തന്നെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദുർഗയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. കണ്ണന് മഹിയാണെങ്കിൽ തോമസ് ഡോക്ടറുടെ ഇത്തവണത്തെ അവിടുത്തെ ചികിത്സ കൊണ്ട് കണ്ണന് ഇടതുകാല ചലിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം അവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ ദുർഗ. പക്ഷേ കണ്ണന് മുന്നിൽ തനിക്ക് സന്തോഷം തന്നെയാണ്, കണ്ണൻ്റെ കാലുകൾ അനങ്ങിയത് കാണുമ്പോൾ തനിക്ക് സന്തോഷം തന്നെയാണ് എന്നെല്ലാം വരുത്തി തീർക്കാനായിട്ട് കണ്ണൻ്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ദുർഗ. പക്ഷേ ആ ഒരു കാര്യം ദുർഗയെ ഒരിക്കലും സന്തോഷിപ്പിക്കുന്നില്ല. കണ്ണന് കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ കഴിഞ്ഞു, ഇനി ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതോടെ തീർന്നു. അവനെയും അവളെയും ഇല്ലാതാക്കാൻ നോക്കിയിട്ട് തകർച്ച മുഴുവൻ ഞങ്ങൾക്കാണ് കിട്ടുന്നത്. ഇനി അവൻ എഴുന്നേറ്റ് നടക്കുന്ന ആ കാഴ്ച കൂടി കണ്ടു കഴിഞ്ഞ് അത് മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അവന് ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ എന്നെല്ലാം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് ദുർഗ താൻ കണ്ട ആ കാഴ്ചയെക്കുറിച്ച് കരുണയോട് പറയുന്നുണ്ട്. അവനിപ്പോൾ വലതുകാലം മാത്രമല്ല മോളെ, ഇടതുകാലം ചലിപ്പിക്കാൻ കഴിഞ്ഞു. അവനും അവളും കൂടി നമ്മളോട് ഇക്കാര്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിച്ച് ആകെ നിരാശപ്പെടുന്നുണ്ട് കേട്ടോ കരുണ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ, അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് ഇവിടെ കഴിയുക മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. ഇപ്പോൾ വാമേട്ടൻ കൂടി കിടപ്പിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്ത്രം പ്രയോഗിക്കണമെങ്കിൽ അത് പ്രതാപനെ കൊണ്ടും മേഘനെ കൊണ്ടും മാത്രമേ കഴിയൂ എന്നും ദുർഗ പറയുന്നുണ്ട്. അവനൊരിക്കലും എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അത് മാത്രമേ നമ്മളെ കൊണ്ടിപ്പോൾ ചെയ്യാൻ കഴിയൂ എന്നും
ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയോട്. പക്ഷേ ദുർഗയുടെയും കരുണയുടെയും ആ ഒരു പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല. അധികം വൈകാതെ തന്നെ കണ്ണന് സ്വയം വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് മഹി മുറിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ മഹിക്കാണെങ്കിലും തൻ്റെ ആ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ഇത്ര പെട്ടെന്നൊരു മാറ്റം കണ്ണനുണ്ടാകുമെന്ന് മഹിയും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കണ്ണൻ വീൽ ചെയറിൻ്റെ സഹായം കൂടാതെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കരുണയെയും ദുർഗയെയും സംബന്ധിച്ച് അവർക്ക് ജീവൻ തന്നെ പോകുന്നതിന് തുല്യമാണ്. അവർക്കത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ആ കണക്കുകൂട്ടലുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കണ്ണൻ ഒരു ദിവസം രാവിലെ മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട് ഭ്രാന്തിയെ പോലെ അലറി വിളിച്ച് കരയുന്ന കരുണയെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ സൂപ്പറായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്